രാഘവ, നിനക്ക് നല്ല ബുദ്ധി തോന്നട്ടെ. എനിക്ക് അത്യാവശ്യമായി ഒരു രോഗിയെ നോക്കാൻ പോകണം. നമുക്ക് അടുത്ത ഞായറാഴ്ച ഒന്നിച്ചു കൂടാം. നീ മനസ്സിലാക്കിയ കാര്യങ്ങൾ കുറച്ചൊക്കെ എന്നെയും പഠിപ്പിച്ചു തരണം. അല്പം വ്യക്തിത്വ വികാസം എനിക്കുമുണ്ടാവട്ടെ. എന്താ, എതിരുണ്ടോ? ആളുകൾ വിചാരിക്കും ഡോക്ടർമാർക്കൊക്കെ പരമസുഖമാണെന്ന്. ഡോക്ടർമാരുടെ ജോലി പുറമേ നിന്ന് നോക്കുമ്പോൾ ആകർഷകമായി തോന്നും. അതുകൊണ്ടല്ലേ ഡോക്ടർ ആവാൻ വേണ്ടി പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ പരക്കം പായുന്നത്, രക്ഷിതാക്കൾ പണസഞ്ചിയുമേന്തി അവരുടെ പുറകെ പായുന്നത്. അവശരെയും രോഗികളെയും സേവിക്കാൻ വേണ്ടിയാണോ ഈ കുട്ടികൾ ഇത്രയേറെ കഷ്ടപ്പെടുന്നത്? നല്ല വരുമാനം, സാമൂഹിക മാന്യത, ഇതൊക്കെയാണ് അവരെ ഭ്രമിപ്പിക്കുന്നത്. സദാസമയവും മാനസികമായ പിരിമുറുക്കത്തിന് നടുവിലാണ് ഡോക്ടർമാർ ജീവിക്കുന്നതെന്ന് ആരറിയാനാണ്? നിന്നെപ്പോലെയുള്ള സുഹൃത്തുക്കളെ കാണുമ്പോഴാണ് എൻ്റെ സംഘർഷത്തിന് കുറച്ചെങ്കിലും അയവ് വരുന്നത്. ഡോക്ടർക്കും മാനസികമായ പിരിമുറുക്കമോ? കുറുന്തോട്ടിക്ക് വാദമോ? അതെനിക്കൊരു പുത്തൻ അറിവാണ്. ഡോക്ടർമാരെല്ലാം ഉരുക്ക് മനുഷ്യരാണെന്നല്ലേ ഞാൻ ധരിച്ചു വച്ചിരിക്കുന്നത്, രാഘവൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ധരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾക്കും വേണ്ടേ പ്രൊഫഷണലിസത്തിൻ്റെതായ ഒരു ഇരുമ്പ് മറ. പക്ഷേ ഉരുക്ക് ചട്ട പുറത്ത് മാത്രമേ ഉള്ളൂ. അകത്തുള്ളത് ചെറിയ ചൂടേറ്റാൽ ഉരുകുന്ന ഐസ് കട്ടകളാണെന്ന് മാത്രം. ഡോക്ടർ കാറിൽ കയറി ഡ്രൈവ് ചെയ്തു പോയി. ഞായറാഴ്ച സംഗമങ്ങൾക്കിടയിൽ വ്യക്തിത്വ വികസന ക്ലാസുകളെക്കുറിച്ചും സ്വയം സഹായ ഗ്രന്ഥങ്ങളെക്കുറിച്ചും രാഘവൻ ഡോക്ടറുമായി ചർച്ച നടത്താറുണ്ട്. അയാൾക്ക് അതെല്ലാം ഏറെ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു. വ്യക്തിത്വ വികസനത്തിൻ്റെ മാന്ത്രിക പ്രക്രിയയിലൂടെ കേവലം ഒരു പുഴുവായ താൻ ഒരു പൂമ്പാറ്റയായി മാറുന്നത് രാഘവൻ സ്വപ്നം കണ്ടു. ഒരു ദിവസം വളരെ ദുഃഖിതനായിട്ടാണ് രാഘവൻ കയറി വന്നത്. കുറച്ചു കാലമായി അയാളുടെ മുഖത്തിന് തിളക്കമേറ്റിയിരുന്ന സന്തോഷവും ആത്മവിശ്വാസവും എല്ലാം എങ്ങോ പോയി മറഞ്ഞിരുന്നു. ഡോക്ടറും അത് ശ്രദ്ധിക്കാതിരുന്നില്ല. എന്തു പറ്റി രാഘവ നിനക്ക്? എന്താ കുരങ്ങു ചത്ത് കാക്കാലനെ പോലെ ഇരിക്കുന്നത്? ഇന്ന് പത്രത്തിൽ വന്ന ഒരു ചെറിയ വാർത്ത എൻ്റെ സന്തോഷമെല്ലാം ചോർത്തിക്കളഞ്ഞു. തെല്ലുനേരത്തെ മൗനത്തിനു ശേഷം രാഘവൻ പറഞ്ഞു. നമ്മുടെ ജോർജ് വർഗീസ് സാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഏത് ജോർജ് വർഗീസ്? നിന്റെ ഗുരുവോ? രാഘവൻ തലയാട്ടി. എന്തിനാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്? മാനുഷികമായ എല്ലാ ദൗർബല്യങ്ങൾക്കും അതീതനാണ് അദ്ദേഹം എന്നല്ലേ നീ പറയാറ്? സസ്പെൻഡ് ചെയ്യാൻ പാകത്തിൽ എന്ത് കുറ്റമാണ് അദ്ദേഹം ചെയ്തത്? ഡോക്ടർ അന്വേഷിച്ചു. രാഘവന്റെ കൂടെയുള്ള അപദാന പ്രസംഗങ്ങളിൽ കൂടി ഡോക്ടറുടെ മനസ്സിലും ജോർജ് വർഗീസ് ഒരു ആദർശ പുരുഷനായി സ്ഥാനം പിടിച്ചിരുന്നു. അദ്ദേഹം പ്രിൻസിപ്പാളുടെ ചെകിട്ടത്തടിച്ചു. ക്ഷമയുടെ ആൾരൂപമായ ജോർജ് വർഗീസോ? അവിശ്വസനീയം. ആരെങ്കിലും ആ നല്ല മനുഷ്യന്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കിയതായിരിക്കും. ആളുകൾ തങ്ങളെക്കാൾ വലുതാവുന്നത് ചുരുങ്ങിയ പക്ഷം സഹപ്രവർത്തകർക്കെങ്കിലും സഹിക്കാൻ വയ്യാത്ത കാര്യമാണ്. അവർ സർവശക്തിയും ഉപയോഗിച്ച് അത് തടയും. അങ്ങനെയൊക്കെയാണ് ഞാനും ധരിച്ചിരുന്നത്. ജോർജ് സാർ ആരെയെങ്കിലും കയ്യേറ്റം ചെയ്യുമെന്ന കാര്യം എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ സാറിനെ രക്ഷപ്പെടുത്തണമെന്ന തോന്നൽ അദ്ദേഹത്തോടൊപ്പം 2 ദിവസമെങ്കിലും ജീവിച്ച ആർക്കുമുണ്ടാകും. ഇന്ന് രാവിലെ ഞാൻ പ്രൊഫസർ ജോർജ് വർഗീസിനെ വീട്ടിൽ പോയി കണ്ടിരുന്നു. വിശേഷിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ അദ്ദേഹം എന്നെ സ്വീകരിച്ചു. ചായ തന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ടതിൻ്റെ യാതൊരു ക്ഷോഭവും ആ മുഖത്ത് ഞാൻ കണ്ടില്ല. എല്ലാം കൊണ്ടും ആ പഴയ ജോർജ് സാർ തന്നെ. ഫോൺ എടുത്ത് താഴെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ കമ്പികളിൽ കൂടി നിരന്തരം പ്രവഹിക്കുന്ന അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന് മാത്രം പറഞ്ഞു. അത് ശരിയാണ്. ആയിരക്കണക്കിന് എണ്ണം വരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ഇത്തരം ഒരു വാർത്ത കണ്ടാൽ ഇരിപ്പുറയ്ക്കില്ല. മൊബൈൽ ഫോണും അദ്ദേഹം ഓഫാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഏറെ നേരത്തെ മൗനത്തിനു ശേഷം അറച്ചറച്ചാണ് പത്രത്തിൽ കണ്ട ആ വാർത്തയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചത്.
യാതൊരു സങ്കോചവും കൂടാതെ പ്രൊഫസർ ജോർജ് വർഗീസ് പറഞ്ഞു. വാർത്ത ശരിയാണ്. എനിക്കൊരു സങ്കടമേ ഉള്ളൂ. ആ പന്നിയെ അയാളുടെ ആപ്പീസ് മുറിയിൽ വെച്ച് അടിച്ചു കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്നത്. ഞാനത് ചെയ്തേനെ. തലക്കേറുകൊണ്ട പട്ടിയെപ്പോലുള്ള അയാളുടെ മോങ്ങൽ കേട്ട് മുറിയിൽ ജീവനക്കാർ ഓടിക്കൂടി. ഇത്രയധികം ആളുകളോട് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ നേരിടും? അതുകൊണ്ട് ആക്ഷൻ ചെകിട്ടത്തടിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. സംയമനം പാലിക്കണമെന്നല്ലേ താങ്കൾ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്? ഞാൻ മയത്തിൽ ചോദിച്ചു. അതൊക്കെ ശരി, പക്ഷേ ഞാനും ഒരു മനുഷ്യനല്ലേ? എനിക്കും അഭിമാനബോധമില്ലേ? പ്രിൻസിപ്പാൾ എന്ന ആ ദുഷ്ടൻ 6 മാസമായി എൻ്റെ ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും എന്നെ പുറത്താക്കാൻ ഭീരുവായ അയാൾ KSRും KERും ഒക്കെ അരച്ച് കലച്ച് കുടിച്ചുകൊണ്ടിരുന്നു. എനിക്കെതിരായ ചാർജുകൾ കണ്ടെത്താൻ. കഴിഞ്ഞ ക്രിസ്മസ് അവധിക്ക് ഞാനൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി മധുരയിൽ പോയി. അയാൾ അതെങ്ങനെയോ മണത്തെറിഞ്ഞ് എനിക്കെതിരായ 1,900 കുറ്റങ്ങളിൽ ഒന്നായി ചേർത്തിരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ അനുവാദം കൂടാതെ സ്റ്റേറ്റ് വിട്ടു പോകാൻ പാടില്ലെന്ന് ഒരു നിയമമുണ്ടത്രേ. അത് ശരിയാണോ അല്ലയോ എന്നറിഞ്ഞുകൂടാ. ജീവിതത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചല്ലാതെ മനുഷ്യനെ ആപ്പിലാക്കാൻ കുബുദ്ധികൾ പടച്ചു വച്ച നിയമങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. മധുരക്കാർ എനിക്ക് തന്ന പ്രതിഫലത്തിൻ്റെ രേഖ പോലും എങ്ങനെയോ പ്രിൻസിപ്പൽ കയ്യിലാക്കിയിരുന്നു. എൻ്റെ ജോലിയിൽ ഇന്നേ വരെ ഞാൻ ഒരു ഉപേക്ഷയും വരുത്തിയിട്ടില്ല. പ്രവൃത്തി ദിവസങ്ങളിൽ നിയമാനുസൃതം ലീവെടുത്തല്ലാതെ സ്ഥലം വിടാറില്ല. ഞാൻ എടുക്കേണ്ട ക്ലാസുകൾ മറ്റാരും കൈകാര്യം ചെയ്യാൻ എൻ്റെ കുട്ടികൾ സമ്മതിക്കാറില്ല. അവർക്കറിയാം എപ്പോഴെങ്കിലും ഞാനത് എടുത്തു തീർക്കുമായിരിക്കുന്നു. മാനുഷികമായ യാതൊരു പരാതിയും അയാൾക്ക് എന്നെക്കുറിച്ച് പറയാനില്ല. എന്നിട്ടും എൻ്റെ സഹപാഠിയും നാട്ടുകാരനുമായ ആ ദുഷ്ടൻ എന്നെ കൊടുക്കാൻ വേണ്ടി കുറേ കാലമായി വല നെയ്യുകയായിരുന്നു. എന്നെ ദ്രോഹിക്കാൻ അയാൾക്ക് എന്തെങ്കിലും കാരണം വേണം. ഇത്തിരി എരിവും പുളിയുമുള്ള കാര്യമായിക്കോട്ടെ എന്ന് ഞാൻ കരുതി. അയാളുടെ കരണക്കുറ്റിക്ക് ഒന്ന് കൊടുത്തു. എന്തൊരാശ്വാസമാണിപ്പോൾ തോന്നുന്നത്. 55 വയസ്സ് വരെ പ്രൊഫസറായി ഇരുന്നു കൊള്ളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. ബുദ്ധിപൂർവമായിരുന്നോ ഈ പ്രവൃത്തി എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. അക്കാര്യത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. മനുഷ്യനെ നയിക്കുന്നത് ബുദ്ധി മാത്രമല്ലല്ലോ. കണക്ക് കൂട്ടിയെടുത്ത ബുദ്ധിക്ക് പുറമേ വേറെ ചിലതും മനുഷ്യനിലുണ്ട്. അവയെ തീരെ അവഗണിച്ച് ജീവിക്കാൻ ഏത് യോഗിക്കും കഴിയുകയില്ല. ജോർജ് സർ പറഞ്ഞു. അദ്ദേഹത്തെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ലാത്തത് കൊണ്ടും ഒന്നും പ്രതികരിക്കാൻ നിൽക്കാതെ ഞാൻ വിട പറഞ്ഞു. മടങ്ങിപ്പോരുമ്പോൾ സാറ് പറഞ്ഞു തന്ന ഒരു വാക്യം ഞാൻ ഓർത്തു. സ്വന്തം അഹത്തിനെ കീഴടക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയി. അറിവുണ്ടായതുകൊണ്ട് മാത്രം ആർക്കെങ്കിലും അത് കഴിയുമോ എന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നു. രാഘവന്റെ വിശദീകരണം കേട്ട ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല. ദീർഘനേരം മൗനത്തെ ഉപാസിച്ചുകൊണ്ട് അദ്ദേഹം ഇരുന്നു. സദാ പ്രസന്നവദനായ ഡോക്ടറുടെ മൗനം രാഘവന് അസഹ്യമായിരുന്നു. പൊറുതിക്കേടായപ്പോൾ അയാൾ ചോദിച്ചു, മനുഷ്യന്റെ പെരുമാറ്റ ശാസ്ത്രത്തിൽ എന്നേക്കാൾ എത്രയോ ഉയർന്ന ബോധമുള്ളവനാണ് പ്രൊഫസർ ജോർജ് വർഗീസ്. സ്വയം നിയന്ത്രിക്കാനും അദ്ദേഹത്തിന് നന്നായി അറിയാം. എന്നിട്ടും സാറിനിങ്ങനെ തോന്നിയതെന്തേ? ബോധപൂർവം ചെയ്തതാണെന്നൊക്കെ സാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതൊരു വങ്കത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രിൻസിപ്പാളുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ സാറിന് ട്രാൻസ്ഫർ വാങ്ങാമായിരുന്നു. അത് ലഭിക്കുന്നതുവരെ ലീവ് എടുക്കാമായിരുന്നു. ഒന്നും പറ്റിയില്ലെങ്കിൽ അന്തസ്സോടെ രാജിവെച്ച് ഇറങ്ങിപ്പോരാമായിരുന്നു. ഇത്രയേറെ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഈ ചിതമല്ലാത്ത പണിയിൽ അദ്ദേഹത്തെ കൊണ്ടെത്തിച്ച മനോവികാരം എന്താണ്? എന്നെപ്പോലെ ഒരാളാണിത് ചെയ്തതെങ്കിൽ അതിൽ അസാധാരണമായി ഒന്നും തന്നെയില്ല. പക്ഷേ